ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാപ്കിൻ AI ടൂളിനെ പറ്റിയിട്ടാണ്. ഈ AI ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിനെ നമുക്കൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനെ നമുക്ക് PPT ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ നാപ്കിൻ AI എന്ന് സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രൈബിങ് മൈ ഐഡിയ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് നമ്മുടെ എന്താണ് വേണ്ടത്, ടെക്സ്റ്റ് എന്താണോ നമുക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാം. ഇപ്പോൾ ഞാൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ടിപ്സ് എന്ന് പറയുന്ന എന്നതാണ് നമുക്ക് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഫോർമാറ്റിനകത്ത് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ടെക്സ്റ്റിനെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു ഇലാബറേറ്റഡ് ആയിട്ടുള്ളൊരു ഡേറ്റ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സിമ്പിളുണ്ട്. ആ സിമ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതായിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ടിപ്പാണെന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ നമ്മുടെ എഫേർട്ട് കുറഞ്ഞു, മാനുവലി ഉള്ള എഫേർട്ട് കുറഞ്ഞു. അപ്പോൾ ഈ AI ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ചേഞ്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും എഡിറ്റ് ചെയ്യാം. പിന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഫോണ്ട് മാറ്റണമെങ്കിൽ, അങ്ങനെ ഓരോന്നും നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കളർ ഇപ്പോൾ സെലക്ട് ചെയ്യാണ്, ഇഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്താലും നമുക്ക് അതിന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് അതിൻ്റെ അകത്ത് ആ കളറിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനും, അതേപോലെ കളർ കോഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. കണ്ടോ, ഇപ്പോൾ കളർ മാറുന്നുണ്ടോ? അങ്ങനെ ഓരോന്നും നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. പിന്നെ അതിനെ നമുക്ക് ആ ഇമേജ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ PNG, SVG, PDF, PPT ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെയിം ആ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ബ്ലാക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ PNG ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ വന്നേക്കുന്നത്. ഇപ്പോൾ PDF വേണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ PDF ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ PDF ഫോർമാറ്റിൽ നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റും.